ഹായ് നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, യുണൈറ്റഡ് കിങ്ഡം യു കെയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ഋഷി സുനക് ഇന്ത്യൻ വംശജനായിരുന്നു. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങൾ ഒന്നാണ്, വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്ന ഇന്ത്യയിൽ, അതായത് ബ്രിട്ടീഷ് കോളനികളായിരുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, ബ്രിട്ടനിൽ ഒരു ഇന്ത്യക്കാരൻ ചെന്നാൽ ഒരു ഹോട്ടലിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവിടെ എഴുതി വച്ചേക്കുന്ന ഡോഗ്സിനും ഇന്ത്യക്കാരനും ഈ ഹോട്ടലിലോട്ട് കയറാൻ അവകാശമില്ല, നോട്ട് അലൗഡ് എന്ന് മാത്രമായിരുന്നു. ഈ ബോർഡ് പലപ്പോഴും ഇന്ത്യയിലുള്ള വലിയ പണക്കാരെ പോലും അമ്പരിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. ഇന്ത്യക്കാരന് എത്ര പണം ഉണ്ടെങ്കിലും അവരെ ഈ ഡോഗിന് തുല്യമായിട്ട്, അത് പട്ടി അല്ലെങ്കിൽ ഡോഗ്, ഇവരെ ഇതിനോട്ട് അടുപ്പിക്കത്തില്ല എന്നുള്ള ഒരു തത്വമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പുറം ഋഷി സുനക് ബ്രിട്ടീഷ് ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ബ്രിട്ടീഷ് പൗരത്വത്തിൻ്റെ നെറുകയിൽ ചെന്ന് പ്രൈം മിനിസ്റ്ററായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത്, എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പട്ടിയെയും കൊണ്ട് ആ ഹൗസിനകത്ത് കയറി. ആ പ്രൈം മിനിസ്റ്റർ ബംഗ്ലാവിനകത്തോട്ട് പട്ടിയെയും കൊണ്ട്, സ്വന്തം വളർത്തുനായയും കൊണ്ട് കയറിയ ആ മിനിസ്റ്ററാണ് സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമോചനം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു വലിയൊരു നേതാവ്